യാത്ര വചനവഴിയെ ഹൃദയവയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മളോട് വചനം പങ്കുവയ്ക്കുവാൻ വരുന്നത് സനീഷ് ബ്രദർ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്. ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുറപ്പാടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. അവൻ തുടർന്നു, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു, അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശുക്രിസ്തു വളരെ വിപ്ലവകരമായ ഒരു പ്രസ്താവനയാണ് ഇവിടെ നടത്തിയത്. നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ യഹൂദരെ സംബന്ധിച്ച് അവർ ഒത്തിരി ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ജനതയായിരുന്നു. അവരെ സംബന്ധിച്ച് പാത്രങ്ങൾ കഴുകുക, കൈകാലുകൾ കഴുകിയിട്ട് ഭക്ഷിക്കുക, അങ്ങനെ ഒത്തിരി ആചാരങ്ങൾ കൂടുതൽ പ്രാധാന്യം. എന്നാൽ ഹൃദയവിശുദ്ധിക്ക് അധികം താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു ജനതയുടെ മുമ്പിലാണ് യേശു ഇത് പ്രഖ്യാപിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ച് എത്രമാത്രം അവർ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കറിയാം, ഒരു വ്യക്തി ശിശുവായി ജനിക്കുന്ന സമയത്ത് അവനെ സംബന്ധിച്ച് അവൻ വളരെ നിർമ്മലതയിലാണുള്ളത്. എന്നാൽ അവൻ വളർന്നു വരുന്നതനുസരിച്ച് അവനിലേക്ക് ഈ ലോകത്തിൻ്റെതായ ഒത്തിരി പാവങ്ങളും പാപ സാഹചര്യങ്ങളും കടന്നു വരുന്നു. ഒരുപക്ഷെ അവൻ വായിക്കുന്ന പുസ്തകങ്ങൾ വഴി, അവൻ്റെ കൂട്ടുകെട്ടുകൾ വഴി, അവൻ കാണുന്ന പല മീഡിയകളും, ഈ ലോകത്തിലെ പല മീഡിയകളും മനുഷ്യനെ ഒത്തിരി തിന്മയിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പം ഒരു വളർന്നു വരുന്നതനുസരിച്ച് ശിശുവിൻ്റെ നിർമ്മലത്വം ആ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശു പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. അപ്പോൾ ഒരു ശിശുവിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വഴങ്ങി വരേണ്ടതായ ആവശ്യകത യേശു അവിടെ പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ തിന്മയും പുറപ്പെടുന്നത് യേശു ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. അവിടെ ഒരുപക്ഷെ നല്ല അനേക വ്യക്തികളും മോശമായി മാറുന്നതിൻ്റെ കാരണം അവൻ്റെ ഹൃദയത്തിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ കടന്നു വന്ന ദുഷ്ടതയാണ്. അപ്പോൾ ആ ദുഷ്ടത അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവന് പിന്നീട് നന്മ ചെയ്യാൻ പ്രവർത്തിക്കാത്ത അവസ്ഥയിലേക്ക് വരും. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 45 പറയുന്നുണ്ട്, നല്ല മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിലെ നന്മയിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകാത്ത അവൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടതയിൽ നിന്ന്, തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. അപ്പം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഹൃദയം വിശുദ്ധിയിലുള്ളതാണെങ്കിൽ അവൻ്റെ പ്രവൃത്തികളും അങ്ങനെയായിരിക്കും. ഏതാണ്ട് തൊട്ടതിലും മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സമയത്ത് അവർ വളരെ നൈർമല്യത്തിലായിരുന്നു അവർ ജനിച്ചു വീണത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ നഗ്നരായിരുന്നു എന്നാൽ, ഉൽപ്പത്തി 2:24 നമ്മൾ വായിക്കുന്നുണ്ട്, അവർ നഗ്നരായിരുന്നു എന്നാൽ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. അവർക്ക് ലജ്ജ തോന്നാത്തതിന് കാരണം അവരിൽ ആസക്തി എന്നൊരു വസ്തു അവരിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ പാപം ചെയ്തതിന് ശേഷം അവരിലേക്ക് ആസക്തി കടന്നു വരികയും അവർക്ക് ലജ്ജ തോന്നുകയും അവർ ഒരു വസ്ത്രം ഉണ്ടാക്കി ധരിക്കുകയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവർ അയോഗ്യരായതിനാൽ ഏദൻ തോട്ടത്തിന് പുറത്താക്കിയതിന് ശേഷം ആ ഏദൻ തോട്ടത്തിൻ്റെ വാതിലുകൾ ദൈവം അടയ്ക്കുകയാണ്. കാരണം അവരിലേക്ക് അശുദ്ധി കടന്നു വന്നതോടെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് അയോഗ്യരായി തീർന്നു. അതുകൊണ്ട് അവരെ പുറത്താക്കി. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഭൂമിയിൽ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നതെന്നും മനുഷ്യൻ്റെ ഹൃദയവും ഭാവനയും എപ്പോഴും
ദുഷിച്ചത് മാത്രമാണെന്നും ദൈവം കണ്ടു. ഇത് യഥാർത്ഥത്തിൽ ആദത്തിൻ്റെ പാപം വഴി മനുഷ്യന് വന്ന ഒരു വ്യതിയാനമാണ്. യഥാർത്ഥത്തിൽ ജഡമായി ഫലം ഭക്ഷിച്ചാൽ നീ മരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നു. എന്നാൽ അവർ ഭക്ഷിച്ചതിന് ശേഷം അവരിൽ ഒരു മരണം, ആത്മീയ മരണം സംഭവിച്ചു. നമുക്കറിയാം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജഡം അല്ലെങ്കിൽ ശവം എന്ന് പറയും. അപ്പോൾ ജഡത്തിൻ്റെ വ്യാപാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗലാത്യ പുസ്തകത്തിൽ 5 അധ്യായം 19 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ഇവയൊക്കെയാണ്: അശുദ്ധി, ദുർമാർഗം, വ്യഭിചാരം തുടങ്ങിയ അനേക പാപങ്ങളിലേക്ക് ആ മനുഷ്യൻ അധപ്പതിച്ചു പോകുന്നു. അപ്പോൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ നിറഞ്ഞ ഒരു മനുഷ്യൻ, അതായത് ആദത്തിൻ്റെ സന്തതിയായ നമ്മളിൽ എല്ലാവരിലും ഒരു ജഡത്തിൻ്റെ അംശം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകൾ നമ്മൾ കാണുവാനും അത് ശ്രവിക്കുവാനും തയ്യാറായി കഴിയുമ്പോൾ അതുവഴി ഒത്തിരി ആസക്തി നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് സുഭാഷങ്ങളുടെ പുസ്തകം 4:23 ഇങ്ങനെ സുഭാഷത്തിൻ്റെ രചയിതാവ് എഴുതിയിരിക്കുന്നു: ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, എന്തെന്നാൽ ജീവൻ്റെ ഉറവ അതിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ ജാഗരൂകതയോടെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മളിലേക്ക് തിന്മ ഏത് വകയും കടന്നു വരാം. നമുക്ക് 1 പത്രോസ് 5:8 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ച് ചുറ്റിയിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിൽ ജഡത്തിൻ്റെ മോഹങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സാത്താന് ഈ ലോകത്തിലെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിന്മയിലേക്ക് വീഴിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ ജാഗരൂകതയോടെയല്ല നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതെങ്കിൽ ഏത് സമയവും നമ്മൾ പാപത്തിലേക്ക് വീഴുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ജെറമ്യായുടെ പുസ്തകം 17 അധ്യായം 9 വാക്യം ഇപ്രകാരം പറയുന്നു: ഹൃദയം എല്ലാത്തിനേക്കാളും കാപട്യമേറിയതാണ്, അത് ശോചനീയമായ വിധം ദൂഷിച്ചതാണ്, അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ജെറമ്യാ 17:9. 17:10 പറയുന്നു: കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിച്ചറിയുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ പ്രവൃത്തിക്കും ജീവിത രീതിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. അപ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുകയും മനസ്സിനെ പരിശോധിച്ചറിയുന്ന ഒരു ദൈവമാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയുണ്ട് എന്നതനുസരിച്ചാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. ആ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്കാണ് കർത്താവ് നോക്കുന്നത്. പഴയ നിയമത്തിലെ ഒരു വ്യക്തിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിലെ 39 അധ്യായത്തിലെ പൂർവ്വപിതാവായ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാണെങ്കിൽ പോത്തിഫറിൻ്റെ വീട്ടിൽ വേലക്കാരനായി ജോലി ചെയ്തു വരവേ ഉൽപ്പത്തി 39 അധ്യായം 6-7 വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പോത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. അവനോട് അവളുടെ കൂടെ ശയിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഉൽപ്പത്തി 39:10 നമ്മൾ വരുവാണെങ്കിൽ അവൻ പറയുന്നു, അവൾ അനുദിനം അവനെ പ്രലോഭിപ്പിച്ചിട്ടും അവളോട് കൂടെ ശയിക്കാനോ അവളുടെ അടുത്ത് ഒന്ന് ഇരിക്കുവാനോ അവൻ തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ അവൻ്റെ ഹൃദയത്തിൽ ഒരു വിശുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് അവന് തിന്മ ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം അവനിലുണ്ടായിരുന്നില്ല. കാരണം അവൻ്റെ ഹൃദയ വിശുദ്ധി ഉണ്ടായിരുന്നു. മത്തായി 5:8 കർത്താവ് പറയുന്നുണ്ട്: ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ, അവൾ ദൈവത്തെ കാണും. അപ്പോൾ ഹൃദയശുദ്ധി എന്നത് ദൈവത്തെ കാണുന്നതിനുള്ള വലിയൊരു യോഗ്യതയാണ്. ഈ സ്ത്രീ യഥാർത്ഥത്തിൽ പാപം ചെയ്തത് അവളുടെ ഹൃദയത്തിലാണ്. അവൾ ആദ്യം ഇവനെ കണ്ടു, ഇവൻ സുമുഖനാണ്, വടിവത്തവനാണെന്ന് കണ്ടപ്പോൾ അവളിലേക്ക് അഭിലാഷം ജനിച്ചു. അവൾ യഥാർത്ഥത്തിൽ പാപം ചെയ്തത് അവളുടെ ഉള്ളിലാണ്. യഥാർത്ഥ പ്രവൃത്തി അവൾ ചെയ്യുന്നില്ല, എന്നാൽ അവളുടെ ഹൃദയത്തിൽ അവൾ പാപം ചെയ്യുവാനായിട്ട് ഇടയായി. നമ്മളെ ആദ്യത്തെ ചിന്താവിഷയമായ വചനം തന്നെ നമുക്ക് ഒന്നുകൂടി എടുക്കാം. അപ്പോൾ സുവിശേഷം 7 അധ്യായം 20-21 വാക്യങ്ങൾ ഇതാണ് പറയുക: ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് യഥാർത്ഥത്തിൽ അവനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് യഥാർത്ഥത്തിൽ അശുദ്ധി കടന്നു വന്നത്. അവൾ മത്തായി സുവിശേഷം 5 അധ്യായം 28 കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്: ആസക്തിയോടെ സ്ത്രീയെയോ പുരുഷനെയോ അല്ലെങ്കിൽ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി അല്ലെങ്കിൽ അവനുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഈ സ്ത്രീ യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. പ്രവൃത്തി ചെയ്യാൻ അവൾക്ക് അവസരം ലഭിച്ചില്ല എങ്കിൽ തന്നെയും അവൾ യഥാർത്ഥത്തിൽ ആ പാപം ചെയ്തു കഴിഞ്ഞു. ഇവിടെ ജോസഫിനെ സംബന്ധിച്ച് ജോസഫ് വ്യഭിചാരം ചെയ്യാതിരിക്കുമ്പോൾ വ്യഭിചാരം ചെയ്തതെന്നുള്ള കൽപ്പന അന്ന് നിലവിലില്ല. കാരണം നമുക്കറിയാം 10 കൽപ്പനകൾ ദൈവം നൽകിയത് ജോസഫ് മരിച്ചതിന് ശേഷം 430 വർഷത്തോളം അടിമകളായിരുന്ന ഇസ്രായേൽക്കാരെ രക്ഷിക്കാനായിട്ട് മോശയെ ഉപയോഗിക്കുകയും മോശ അവരെ പുറത്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് അവർക്ക് 10 കൽപ്പനകൾ നൽകുന്നത്. എന്നാൽ റോമാക്കാരുടെ ലേഖനത്തിൽ 5 അധ്യായം 13 ഇങ്ങനെ പറയുന്നുണ്ട്: നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് പാപം പരിഗണിക്കപ്പെടുന്നില്ല. പാപം ആദ്യമേ തൊട്ട് ഉണ്ടായിരുന്നു, എന്നാൽ നിയമം നൽകുന്നതിന് മുമ്പ് പാപം പരിഗണിക്കപ്പെടുന്നില്ല. എന്നാൽ ഇവിടെ ജോസഫ് പാപം ചെയ്യാതിരിക്കുന്നത് നിയമം ഉള്ളതുകൊണ്ടല്ല, അവൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് അവന് പാപം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം അവനുണ്ടായിരുന്നു. ജെറമ്യായുടെ പുസ്തകം 4 അധ്യായം 14 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. നീ എത്ര നാളാണ് ദുഷിച്ച ചിന്തയും പേര് നടക്കുക? യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരെയും യെരമ്യാ പ്രവാചകനിലൂടെ ദൈവം ആഹ്വാനം ചെയ്യുവാണ്: നീ ഇങ്ങനെ ദുഷിച്ച ചിന്തയുമായി നടക്കേണ്ടവനല്ല. ഇവിടെ കർത്താവ് നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായ പാവ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്ക് വേറൊരു വ്യക്തിയെ കൂടി നമുക്ക് പരിചയപ്പെടാം. 2 സാമുവേൽ 11 അധ്യായത്തിൽ ദാവീദ് എന്ന രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ദാവീദ് രാജാവ് 2 സാമുവേൽ 11 അധ്യായത്തിൽ 2-ാം വാക്യം നമ്മൾ കാണുവാണ്. ദാവീദ് അന്ന് യുദ്ധത്തിന് പോകാതെ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എണീറ്റതിന് ശേഷം ഉലാത്തുന്ന സമയത്ത് ബത്ഷബ എന്ന സ്ത്രീ കുളിക്കുന്നത് അവൻ കണ്ടു. അവൾ ആ സ്ത്രീയെ കണ്ടതുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നത് നമുക്കറിയാം. ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു എന്നത് അതിൽ തന്നെ പാവമല്ല. എന്നാൽ
അവൻ്റെ ഉള്ളിലേക്ക് ദുശ്ചിന്ത കടന്നു വന്നു. അവൻ അവളെ ആരാണെന്ന് അന്വേഷിച്ചു, ഉറിയയുടെ ഭാര്യയാണെന്ന് അവൻ അറിഞ്ഞു. അവളെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി പാപം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അവനിൽ പാപം ആദ്യം ആരംഭിച്ച് അവൻ്റെ ഹൃദയത്തിലാണ്. അവൻ കണ്ടു, ആ കാഴ്ച അവനിലേക്ക് പാപമായിട്ട് മാറി. മത്തായി സുവിശേഷം 6:22 പറയുന്നുണ്ട്, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ഇവന്റെ കണ്ണ് അവൻ തിന്മ ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചപ്പോൾ അത് സാത്താൻ അവനെ വലയിൽ വീഴ്ത്താനൊരു അവസരമായിട്ട് നമ്മൾ കടന്നു വന്നു. യോബിന്റെ പുസ്തകത്തിൽ 31:1 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ കണ്ണുകളുമായി ഞാനൊരു ഉടമ്പടി ചെയ്തിരിക്കുന്നു, അതിനാൽ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും. ഇവിടെ കന്യകയെ നോക്കുക അല്ലെങ്കിൽ ലോകത്തിന്റെ പാപ സാഹചര്യങ്ങളിലേക്ക് തൻ്റെ കണ്ണിനെ ഉപയോഗിക്കുകയില്ലെന്ന് ജോബ് ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്. ഈ ജോബിനെ സംബന്ധിച്ച് അവന് ലോകത്തിന്റെ പല കാര്യങ്ങൾക്ക് തന്നെ കണ്ണിനെ ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാഴ്ചയും, ഇവിടെ സ്ത്രീയെ കാണുന്ന കാര്യം മാത്രമല്ല, ഈ ലോകത്തിന്റെ ഏത് തിന്മയുടെ സാഹചര്യങ്ങളിലേക്ക് താൻ കണ്ണിനെ ഉപയോഗിക്കില്ലെന്ന് ജോബ് പ്രതിജ്ഞ എടുത്തു. 1 യോഹന്നാൻ 2:15 ഇങ്ങനെ വായിക്കുന്നുണ്ട്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്, സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം നിന്നിൽ ഉണ്ടായിരിക്കില്ല. എന്നാൽ കണ്ണുകളുടെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത എന്നിങ്ങനെ ലോകത്തിൻ്റെതായിട്ടുള്ളതൊന്നും പിതാവിൽ നിന്നല്ല, ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകും. അപ്പോൾ ഈ ലോകത്തിൻ്റെതായ സകലവും നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെ ചിന്തകളിലേക്ക് പ്രവേശിക്കാണ്ട് നമ്മൾ അനുവദിച്ചാൽ പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിലെ ഒരു വസ്തുവും പിതാവായ ദൈവം നട്ടതല്ലാത്ത സകലതും പിഴുതെറിയപ്പെടുമെന്ന് നമ്മൾ കർത്താവിനെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർഗ്ഗസ്ഥനായ പിതാവ് നട്ടതല്ലാത്ത പല ചെടികളും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് സമ്പാദിച്ച. യാക്കോബിന്റെ ലേഖനത്തിൽ 4:4 ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. യാക്കോബ് 4:4. അപ്പോൾ ലോകത്തോട് നമ്മൾ മൈത്രി പുലർത്തും തോറും ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ലോകത്തിന്റെ തിന്മകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അങ്ങനെ അനുവദിച്ചാൽ ഈ പാപം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാവും. സുഭാഷന്റെ പുസ്തകത്തിൽ 37:16 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ചിന്തയാണ് പ്രവൃത്തിയുടെ ആരംഭം, ഓരോ ഉദ്യമങ്ങളും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്നു, അതിന് 4 ശാഖകളുണ്ട്, നന്മയും തിന്മയും ജീവനും മരണവും. അപ്പോൾ നമ്മൾ നന്മ ചെയ്യണോ തിന്മ ചെയ്യണമോ എന്ന് നമ്മുടെ ചിന്ത അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുക. നമ്മൾ നല്ല ചിന്ത ഉള്ളവർ ലൂക്ക 6:40 നമ്മൾ നേരത്തെ കേട്ടതുപോലെ, നല്ല മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിലെ നല്ലതിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ചീത്ത മനുഷ്യനാകട്ടെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടതയിൽ നിന്ന് ദുഷ്ട പുറപ്പെടുന്നു. യേശുവിന്റെ പരിശീലന കാലത്തിലേക്ക് വരുവാണെങ്കിൽ ഫരിസേയരെ കർത്താവ് വിളിക്കുന്ന ഒരു പേരുണ്ട്, മത്തായി 12:34. അണലി സന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കാൻ നല്ലത് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? മത്തായി 12:34 ചോദിക്കുകയാണ്. അതായത് നമ്മൾ ഹൃദയത്തിൽ ദുഷ്ടയായുള്ള വ്യക്തിക്ക് ഒരിക്കലും നല്ലത് പറയുവാനായിട്ട് സാധിക്കില്ല. കാരണം ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത്. അപ്പോൾ ദുഷ്ടതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജീവിതം ഏത് കാര്യവും ഏത് നല്ലതും അവന് തിന്മയുടെ കണ്ണിലൂടെ മാത്രമേ കാണുവാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ നമുക്കറിയാം, ദാവീദിന്റെ രാജാവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ദാവീദ് തന്റെ കണ്ണിനെ മോശമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 1:15 പറയുന്ന പോലെ, ദുർമോഹം ഗർഭം ധരിച്ചു, പാപത്തെ പ്രസവിച്ചു, പാപം പൂർണ്ണ വളർച്ചയെത്തിയപ്പോൾ മരണത്തെ ജനിപ്പിച്ചു. അവന്റെ ദുർമോഹത്തെ ഗർഭം ധരിക്കാനായിട്ട് അവൻ ഇടപെടുത്തു. അവൻ ആദ്യത്തെ 9-ാം പ്രമാണം ലംഘിച്ചു, അന്യന്റെ ഭാര്യയെ മോഹിച്ചു, അതിനുശേഷം വ്യഭിചാരം ചെയ്തു, അതിനുശേഷം അവളുടെ ഭർത്താവിനെ കൊല്ലിച്ചു. അപ്പം 3 തെറ്റുകളാണ് അവൻ യഥാർത്ഥത്തിൽ ചെയ്തത്. അപ്പോൾ ഈ ലോകത്തിൽ അവൻ കണ്ണിനെ ഒന്ന് വിട്ടുകൊടുത്തപ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളെ നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ട വലിയൊരു ആവശ്യകതയാണ് നമ്മളിവിടെ കാണുക. ഈ യാബീദിനെ പറ്റി കർത്താവായ ദൈവം ഇതിന് മുമ്പ് സംസാരിച്ച് നമുക്കറിയാം. 1 സമൂഹൽ 16-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ, ജസ്സയുടെ പുത്രന്മാരിൽ ഒരാളെ രാജാവാക്കാനായിട്ട് സാമുവേൽ പ്രവാചകൻ അവന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ജസ്സയുടെ മൂത്ത മകൻ ഏലിയാവിനെ കർത്താവിന്റെ സാമുവേൽ പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. അപ്പോൾ ഏലിയാവിനെ കണ്ടപ്പോഴേക്ക് സാമുവേലിന് തോന്നി ഇവൻ കർത്താവിന്റെ അഭിഷിക്തനെ പോലെ തന്നെ. കാരണം അവന്റെ ഉയരവും ആകാര വടിവും അവന്റെ മൂത്ത മകനെ കണ്ടപ്പോൾ സാമുവേൽ പ്രവാചകന് ഇഷ്ടപ്പെട്ടു. കാരണം ആദ്യത്തെ രാജാവായ സാവൂളും ഇസ്രായേലിലെ ഏറ്റവും ഉയരമുള്ളവനായിരുന്നു. അപ്പോൾ അവനെ പോലെ ഒരു യോഗ്യനായിരിക്കും രണ്ടാമത്തെ രാജാവെന്ന് സാമുവേൽ ചിന്തിച്ചതിൽ ഒരു തെറ്റും പറയാനില്ല. എന്നാൽ കർത്താവ് പറയുന്നു, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യർ ബാഹ്യരൂപത്തെ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിൽ. ഏലിയാവ് ഒരു മാനുഷികമായി നോക്കിയാൽ യാതൊരു കുറവുമില്ലാത്ത മനുഷ്യനാണ്. അവൻ നല്ല ഉയരമുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്. എന്നാൽ ദൈവം അവനെ തിരസ്കരിക്കാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിന് വിശുദ്ധി ഇല്ലാത്തതാണ്. മാനുഷികമായി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ ഡീസന്റും നാണ്യതയുമാണെങ്കിൽ പോലും നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവം യഥാർത്ഥത്തിൽ നമ്മളെ വിധിക്കും. അതുകൊണ്ടാണ് മത്തായി 7:21 പറയുക, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ കർത്താവിന്റെ വചനം അനുസരിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധി ആവശ്യമാണ്. ഇവിടെ ഏലിയാവ് തടയപ്പെട്ടു. അങ്ങനെ ഓരോ മക്കളായിട്ട് ജസ്സയുടെ മക്കൾ ഓരോരുത്തരായി കടന്നു വരികയാണ്. അത് കഴിഞ്ഞിട്ട് സാമുവേൽ ചോദിക്കുന്നുണ്ടോ, നിന്റെ എല്ലാ മക്കളും ആയോ? അവരിൽ ഒരാളെയും ദൈവം തെരഞ്ഞെടുക്കുന്നില്ല, കാരണം അവർക്ക് വിശുദ്ധി ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ജസ്സെ പോലും തനിക്ക് ഇളയ ഒരു മകൻ, അവൻ ആട്ടിടയനായ ആ ചെറിയ പയ്യനെ പറ്റി ജസ്സെ പോലും ആലോചിച്ചത്. കാരണം അവൻ രാജാവാകാൻ യോഗ്യതയുണ്ടെന്ന് സ്വന്തം പിതാവ് പോലും ചിന്തിച്ചിട്ടില്ല. അവൻ കൊച്ചു പയ്യൻ, അവൻ ഉയരം കുറഞ്ഞവൻ, പഴയ രാജാവുമായി നോക്കുമ്പോൾ യാതൊരു യോഗ്യതയുമില്ല. എന്നാൽ ദൈവം അവനെയാണ് തെരഞ്ഞെടുത്തത്. അപ്പോസ്തലപ്രവർത്തനം 13:22 അങ്ങനെ വായിക്കുന്നുണ്ട്,
ജസ്സയുടെ പുത്രനായ ദാവീദിൽ ഞാൻ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ കണ്ടെത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവത്തിന് ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനായി ജസ്സയുടെ പുത്രനായ ദാവീദ് മാറാൻ കാരണം അവൻ്റെ ഹൃദയ വിശുദ്ധിയാണ്. കാരണം അവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് വിശുദ്ധമായതുകൊണ്ട് ദൈവത്തിന് അവനെ ഇഷ്ടപ്പെട്ടു. ഒരുപക്ഷെ മനുഷ്യരുടെ നോട്ടത്തിൽ അവൻ ആരോഗ്യമില്ലാത്തവനായിരിക്കാം. നമുക്കറിയാം, ഗോലിയാത്തിനെ കീഴടക്കാനായിട്ട് പോകുന്ന സമയത്ത് അവൻ പടച്ചട്ട ഇട്ട സമയത്ത് പടച്ചട്ട ഇട്ടുകൊണ്ട് നടക്കാനുള്ള ആരോഗ്യം പോലും ദാവീദിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ദാവീദിനെ ദൈവം വിജയിപ്പിക്കുകയാണ്. കാരണം അവന് ഹൃദയ വിശുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് അവനെ ദൈവം ഇഷ്ടപ്പെട്ടു. ദൈവം അവനെ വലിയ രാജാവാക്കി ഉയർത്തി. ജോസഫിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, പ്രലോഭനങ്ങളെ നേരിട്ട് വിജയിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫിനെ ദൈവം അവനെ നോക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവന് വലിയ ഉയർച്ച നൽകുവാനായിട്ട് ഇടയായി. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ തിന്മയിൽ നിന്ന് അകന്നു നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ 4-8 ഇങ്ങനെ വായിക്കുന്നുണ്ട്: സഹോദരരെ, സത്യവും വന്ധ്യവും ഉത്തമവും നീതിയുക്തവും പരിശുദ്ധവും സുസ്ഥിരവുമായ എല്ലാ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഈ ഫിലിപ്പിയർ 4:8 പറഞ്ഞതുപോലെ നല്ല ചിന്തകളാണോ എന്ന് നമ്മൾ എപ്പോഴും തട്ടിച്ചു നോക്കേണ്ടതുണ്ട്. എന്നാൽ അത് സത്യമോ വന്ധ്യമോ നീതിയുക്തവും അല്ലാത്ത ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സ് കടന്നു പോകാനായിട്ട് ഇടയാകരുത്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാം, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെ സാധിക്കും? എന്നാൽ കർത്താവിൻ്റെ കൃപയില്ലാതെ ഇത് സാധിക്കില്ല. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് കർത്താവ് തന്നെയാണ് നൽകുക. 1 കൊരിന്ത്യർ 10:12 ഇങ്ങനെ പറയുന്നുണ്ട്: ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. എന്തെന്നാൽ 10:13 പറയുന്നു: കർത്താവ് വിശ്വസ്തനാണ്, നിന്റെ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകുവാൻ അവൻ അനുവദിക്കില്ല. പ്രലോഭനം ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ നേരിടാനുള്ള ശക്തിയും അവൻ നിനക്ക് നൽകും. അപ്പോൾ കർത്താവ് നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തി നേടാനുള്ള ശക്തി നൽകിക്കൊണ്ടാണ് ദൈവം നമ്മളെ ഇവിടെ നടത്തുക. ഈ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് യാക്കോബ് ലേഖനത്തിൽ 1:27 പറയുന്നുണ്ട്. നമ്മൾ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള വലിയൊരു ബാധ്യത നമ്മളിലുണ്ട്. അങ്ങനെ രക്ഷിച്ചാൽ ഈ ദാവീദിനെ പോലെ നമ്മളെപ്പറ്റിയും കർത്താവ് പറയാനിടയാവും: ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ കണ്ടെത്തിയെന്ന് ജസ്സയുടെ പുത്രനെ പറ്റി ദാവീദിനെ പറ്റി പറഞ്ഞതുപോലെ നമ്മളെപ്പറ്റി പറയുവാനായിട്ട് ഇടയാവും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോടൊന്ന് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ, കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഒന്ന് ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ കൃത്യമായിട്ടും കർത്താവ് ഇടപെടും നമ്മുടെ ജീവിതത്തിൽ. നമുക്കറിയാം, റോമാക്കാരുടെ ലേഖനത്തിൽ 12:21 പറയുന്നുണ്ട്: തിന്മയെ അനുകരിക്കരുത്, നന്മയെ അനുകരിക്കുക. നമ്മൾ തിന്മ ഈ ലോകത്ത് നടക്കുമ്പോൾ അതിനെ അനുകരിക്കാനുള്ള ശ്രമം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. 3 യോഹന്നാൻ 1:11 ഇങ്ങനെ പറയുന്നുണ്ട്: വാത്സല്യ ഭാജനമേ, നന്മയെ അനുകരിക്കുവാൻ തിന്മയെ അനുകരിക്കരുത്. നന്മ പ്രവർത്തിക്കുന്നവരാകട്ടെ ദൈവത്തിന്റെ സ്വന്തമാണ്, തിന്മ പ്രവർത്തിക്കുന്നവരാകട്ടെ ദൈവത്തെ കണ്ടിട്ടില്ല. ഈ ലോകത്തിൽ തിന്മ പ്രവർത്തിക്കാനായിട്ടുള്ള പ്രധാന കാരണം നമ്മുടെ ചിന്തകൾ തന്നെയാണ്. നമ്മൾ ചിന്തകളെ നന്നായി വിശുദ്ധിയിൽ സൂക്ഷിച്ചാൽ, യാക്കോബ് ലേഖനത്തിൽ 1:14-15 പറയുന്നത് പോലെ, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് തന്റെ ദുർമോഹത്താൽ വശീകരിക്കപ്പെട്ട് സ്വയം കുടുക്കിലാവുമ്പോഴാണ്. എന്തെന്നാൽ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അപ്പോൾ ദൈവം നമ്മുടെ ചിന്തകളെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന കാര്യത്തിൽ സംശയം വേണ്ട. സുഭാഷങ്ങളുടെ പുസ്തകത്തിൽ 15:26 ഇങ്ങനെ പറയുന്നുണ്ട്: ദുഷ്ടരുടെ ആലോചനകൾ കർത്താവിന് വെറുപ്പാണ്, എന്നാൽ നീതിമാന്റെ സംസാരമോ അവിടുത്തെ പ്രതികരവും. ദുഷ്ടൻ ആലോചിക്കുന്നത് തന്നെ കർത്താവിന് ഇഷ്ടമല്ലെന്ന് നമ്മൾ പറയുക. കാരണം ദുഷ്ടന്റെ ചിന്തകൾ എപ്പോഴും തിന്മയിലേക്ക് നയിക്കുന്നതാണ്. എന്നാൽ നമ്മൾ അങ്ങനെ ആയിരിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം അവിടെ നമുക്ക് വേണ്ടി മരിച്ചത് നമ്മളെ ഈ സകല പാപത്തിൽ നിന്ന് മോചിച്ചുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നവർ ജീവിക്കാനാണ്. റോമാക്കാർക്ക് ലേഖനത്തിൽ 8:5 ഇങ്ങനെ പറയുന്നുണ്ട്: ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളെ മനസ്സ് വയ്ക്കുന്നു, ആത്മീയരായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങൾ. നമ്മൾ ജഡിക കാര്യങ്ങളോട് കൂടുതൽ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ മനസ്സ് അതനുസരിച്ചായിരിക്കും. അതാണ് റോമ 8:8 പറയുക: ജഡിക പ്രവണതയുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെങ്കിൽ ഈ ജഡത്തിന്റെ മേഖലയിൽ നിന്ന് നമ്മൾ വിടുതൽ നേടേണ്ടതുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം എഫെസോസ്യർക്ക് ലേഖനത്തിൽ 5:4 പറയുന്നുണ്ട്: മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാവല്യവും നമുക്ക് യോജിച്ചതല്ല, മറിച്ച് കൃതജ്ഞത സ്വസ്ഥമാണ് ഉചിതം. എഫെസോസ് 5:4 പറയുകയാണ്. അതായത് നമ്മൾ മ്ലേച്ഛതയിലോ വ്യർത്ഥ ഭാഷണത്തിലോ ചാവല്യത്തിലോ മുഴുകിൽ ജീവിക്കേണ്ടവരല്ല. കാരണം കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതല്ല. ലൂക്കാ 21:34 പറയുന്നുണ്ട്: സുഖലോലുപത, മത്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് പതിക്കുകയും ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോൾ സുഖലോലുപത, മത്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. എന്നാൽ ആ കെണിയിൽ വീണ് നമ്മൾ ആത്മാവ് നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുക. യാക്കോബ് ലേഖനത്തിൽ 4:8 പറയുന്നുണ്ട്: നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിന്നോടും ചേർന്ന് നിൽക്കും. യാക്കോബ് 4:7 പറയുന്നു: സാത്താനെ എതിർക്കുവിൻ, അവൻ നിന്നിൽ നിന്ന് ഓടി അകന്നുകൊള്ളു. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിശുദ്ധിക്കനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിയാൽ കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഒരുപക്ഷെ ഈ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. യാക്കോബ് ലേഖനത്തിൽ 1:12 വായിക്കുന്നുണ്ട്: പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷയെ അതിജീവിച്ച് കഴിയുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. അപ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ ചില തിന്മയുടെയോ അല്ലെങ്കിൽ മേശമായ കാര്യങ്ങൾ കാണാനോ
കേൾക്കുവാനോ ഇടയായാൽ അതിന് താലോലിച്ചുകൊണ്ട് നമ്മുടെ ദുഷ്ടതയിൽ ജീവിക്കാനായിട്ട് നമ്മൾ ഇടയാകാതെ കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളെ ഒന്ന് ക്രമപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ ഒന്ന് അടുക്കും ചിട്ടയായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്ന് സ്വന്തം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ സ്വയം തിരസ്കാരമാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുവാനായിട്ടുള്ള വലിയ ഒരു പ്രയത്നം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആവശ്യമുണ്ട്. ഗലാത്യക്കാർ 5:16 പറയുന്നുണ്ട്, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുകയും ജഡമോഹങ്ങളെ നിങ്ങൾ തൃപ്തിപ്പെടുത്തരുത്. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുന്നവരായി പൈസാത്മാവ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. കാരണം നമ്മളുടെ ഉള്ളിൽ വെറുപ്പ്, വിദ്വേഷം തുടങ്ങിയവ ഉണ്ടെങ്കിൽ, നമ്മളിൽ മറ്റ് തിന്മകളുണ്ടെങ്കിൽ സാത്താൻ അവസരം കൊടുക്കുകയാണ്. എഫെസോസ് 4:26 പറയുന്നുണ്ട്, നിങ്ങൾ കോപിക്കാൻ നിന്നാൽ നിങ്ങൾ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നമ്മളിലെ കോപം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ആ കോപം വെറുപ്പായി രൂപാന്തരപ്പെട്ടു എന്നാണ് അർത്ഥം. ആ വെറുപ്പ് നമ്മുടെ ഉള്ളിൽ തന്നെ നിന്നാൽ സാത്താന് നമ്മളെ ഉപയോഗിക്കാൻ ഏത് സമയവും സാധിക്കും. ഇങ്ങനെ വെറുപ്പിലോ വിദ്വേഷത്തിലോ അല്ലെങ്കിൽ തെറ്റായ ചിന്തകളിലോ ജീവിക്കേണ്ട വ്യക്തികളല്ല നമ്മൾ. ലേഖനത്തിൽ 12:14 ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. എന്നാൽ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ സമാധാനത്തിൽ വർദ്ധിച്ചുകൊണ്ട് മറ്റുള്ളവരോട് വെറുപ്പോ വിദ്വേഷത്തിൽ കഴിയാതെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വലിയൊരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടായാൽ കർത്താവിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുന്ന നമ്മളെ കർത്താവ് പരിഗണിക്കുമെന്ന കാര്യത്തിൽ ഒരു അംശവും വേണ്ട. ഗലാത്യക്കാർക്ക് ലേഖനത്തിൽ 5:24 പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ കൂശിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ജഡത്തിൻ്റെ മോഹങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ടുള്ള വലിയ ഒരു പ്രയത്നം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. റോമാക്കാർക്ക് ലേഖനത്തിൽ 13:13 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. എന്തെന്നാൽ സുഖലോലുപതയിലോ മദ്യാസക്തിയിലോ അഭിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ അസൂയയിലോ കലഹങ്ങളിലോ നിങ്ങൾ വ്യാപരിക്കരുത്. 13:14 പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുവിൻ, ദുർമോഹത്തിലേക്ക് നയിക്കത്തക്ക വിധം സ്വന്തം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കും. നമ്മൾ നമ്മുടെ ശരീരത്തെപ്പറ്റി കൂടുതൽ ചിന്തിച്ചു കഴിയുമ്പോൾ ഈ ജഡത്തിന്റെ മേഖലയിൽ നമ്മൾ വീണുപോകുകയും ഈ ദാവീദ് രാജാവിന് പറ്റിയതുപോലെ അബദ്ധം നമ്മുടെ ജീവിതത്തിലും ഇടവാം. നമുക്കറിയാം, ദാവീദ് ചെയ്ത പാപത്തിന്റെ വലിയ ഫലം അവന്റെ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു, അവന്റെ മക്കൾ തമ്മിൽ യുദ്ധത്തിലായി, ഒത്തിരി തിന്മയിലേക്ക് കടന്നുപോയി. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനെ കണ്ടെത്തിയെന്ന് പറഞ്ഞ കർത്താവ് തന്നെ അവനെ ശിക്ഷിക്കുന്നില്ലെങ്കിലും അവന്റെ പുതിയ തലമുറയിൽ കർത്താവ് ശിക്ഷ കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് ുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കർത്താവ് നമ്മളെ എപ്പോഴും നമ്മോട് കൂടെ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, നമുക്ക് ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഒരുപക്ഷേ ഒത്തിരി പ്രലോഭനങ്ങളോ തിന്മയുടെ സാഹചര്യങ്ങളോ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ ഇതിനെ അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് നമുക്ക് തരും എന്നതിന് യാതൊരു സംശയമുണ്ട്. 2 Corinthians 12:9 ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി കൂടുതൽ പ്രകടമാകുന്നത്. അപ്പം നമ്മുടെ ബലഹീനത, കർത്താവെ ഞാൻ ബലഹീനനാണ്, എനിക്ക് സാധിക്കുന്നില്ല എന്നൊരു കാര്യം നമ്മൾ കർത്താവിന് വിട്ടുകൊടുത്താൽ കർത്താവ് നമ്മുടെ ബലഹീനതയിൽ ശക്തി പ്രകടമാക്കും. നമുക്ക് ഈ ലോകത്തിലെ ദുഷ്ചിന്തകൾക്കോ മോശമായ തിന്മകൾക്കോ ഇടപെടാതെ ജീവിക്കാനായിട്ടുള്ള ശക്തി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇവിടെ ഏലിയാവിനെ കർത്താവ് തിരസ്കരിച്ചെങ്കിൽ അതിന് കാരണം അവൻ്റെ ഹൃദയവിശുദ്ധി ഇല്ലാത്തതാണെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അവൻ്റെ കൂടെ അയക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. 1 Petrus 2:9 പറയുന്നുണ്ട്, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും കർത്താവിൻ്റെ സ്വന്തം ജനവുമാണ്. 1 Petrus 2:9. നമ്മൾ വിശുദ്ധ ജനവും കർത്താവിൻ്റെ സ്വന്തം ജനവുമാണെങ്കിൽ അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ബാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് നമ്മളെ അവൻ്റെ തിരിച്ചോരയാൽ വീണ്ടെടുത്തുവെങ്കിൽ നമ്മളെ കർത്താവ് അതേപോലെ തന്നെ മരണം വരെ ആയിരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇത് പറയുന്നുണ്ട്, വിജയം വരിക്കുന്നവനെ ഞാൻ വെള്ള വസ്ത്രം ധരിപ്പിക്കും, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ പേര് മാച്ച് കളയുകയില്ല. അപ്പോൾ വിജയം വരിക്കാൻ ഈ ലോകത്തിലെ തിന്മയിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും വിശുദ്ധിയിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാനായിട്ടുള്ള വലിയൊരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, 2 തിമോത്തി 1:7 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല നമുക്ക് നൽകിയിരിക്കുന്നത്, സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവിനെയാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവ് കർത്താവ് നമുക്ക് നൽകുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ ലോകത്തിലെ തിന്മയെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ടുള്ള വലിയൊരു സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം നമ്മൾ തിന്മയെ ജയിച്ച് ഈ ലോകത്തെ വിജയിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16:33 കർത്താവ് പറയുന്നുണ്ട്, ഈ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും, എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ഈ ലോകത്തെ
ജയിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തെ ജയിച്ചിരിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏത് തിന്മയും ഏത് ചിന്തയുടെ മേഖലകളെയും നമുക്ക് വിജയം വരിക്കുവാനായിട്ടുള്ള ശക്തി കർത്താവ് നമുക്ക് തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കർത്താവിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ കർത്താവ് യോഹന്നാൻ സുവിശേഷം 15 അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കുന്നതാണ്. കർത്താവിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ദുഷ്ടചിന്തകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ ഈ സങ്കീർത്തനായ ദാവീദിനെ എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം 19:14, എൻ്റെ അപേക്ഷയിലെയും വിമോചകനുമായ കർത്താവ്, എൻ്റെ അതരത്തിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ വിചാരവും അങ്ങയുടെ മുമ്പിൽ സ്വീകാര്യമായിരിക്കട്ടെ. അപ്പം നമ്മുടെ അതരത്തിലെ വാക്കുകളും ഹൃദയത്തിലെ ചിന്തകളും കർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും സ്വീകാര്യമാണോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അതനുസരിച്ച് കർത്താവ് നമ്മളെ കർത്താവിൻ്റെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ഈ ലോകത്തിലെ മ്ലേച്ഛത മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ വിഭജിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 1 ദിനവൃത്താന്തം 16 അധ്യായം 11 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവിനെ അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കും, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുകയും. കർത്താവിനെ അന്വേഷിക്കുകയും അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുകയും നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുകയും ചെയ്യുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം. 1 ദിനവൃത്താന്തം 16:11 നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് പോലെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവരുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ തിന്മയെ ചെയ്യിക്കുവാനുള്ള ശക്തിയും ബലവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ. കാരണം കർത്താവ് നമ്മൾ ഓരോരുത്തരെയും 2 തിമോത്തി 1 അധ്യായം പറയുന്നത് പോലെ നമ്മൾക്ക് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം തന്നിരിക്കുന്നത്, അവൻ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവാണ്. അതിനാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന തിന്മ മർക്കോസ് സുവിശേഷം 7 അധ്യായത്തിൽ പറയുന്നത് പോലെ ഹൃദയത്തിൽ നിന്ന് വരുന്ന തിന്മയിൽ നിന്ന് സൂക്ഷിക്കാനുള്ള ശക്തിയും ബലവും നമുക്ക് ലഭിക്കട്ടെ. 2 Corinthians 12:9 നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശയ്യാ പുസ്തകം 55 അധ്യായം 7 ഇങ്ങനെ പറയുന്നു, ദുഷ്ടൻ തന്റെ മാർഗവും അധർമ്മി തന്റെ ചിന്താഗതിയും ഉപേക്ഷിക്കട്ടെ, അവന് കരുണ ലഭിക്കുന്നതിന് കർത്താവിങ്കലേക്ക് തിരിയട്ടെ. പ്രൈസ് ലോർഡ്. ഇന്ന് സനീഷ് ബ്രദറിലൂടെ ദൈവം തന്ന വചനത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ വചനം നമ്മുടെ ആത്മാവിനും ശരീരത്തിനും അനുഗ്രഹമാകട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും ദൈവത്തിന് സ്തുതി. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയ